വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സൗണ്ട് ക്ലിയർ ആണോ? ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? അല്പം കൂടി കൂട്ടാൻ. നോക്കട്ടെ. ഇപ്പോഴോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാൻ റഹീമായ റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാ പോരായ്മകളും പരിഹരിച്ച് അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിശുദ്ധ റമദാനും അതിൻ്റെ അള്ളാഹുവിൻ്റെ സമ്മാനമായ പെരുന്നാളും ആഘോഷിച്ച് നമ്മിൽ പല ആളുകളും സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. പല ആളുകളും ഇപ്പോഴും പെരുന്നാളുമായി ബന്ധപ്പെട്ട് അതിഥികളെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതിലുമൊക്കെ ബന്ധപ്പെട്ട് കഴിയുന്നവരുമാണ്. ഇത് അള്ളാഹു ഒരു വലിയ ഇളവ് നൽകിയതാണ്. അള്ളാഹു പരമകാരുണികനാണ്. ഇത്തരം സന്ദർഭത്തിൽ ഈ മാസം അവസാനിക്കുന്ന മുമ്പ് ഈ സുന്നത്ത് നോമ്പ് പൂർത്തീകരിച്ചാൽ മതിയായി എന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഏതൊരു ഇബാദത്ത് പറയുമ്പോഴും അവൻ്റെ കാരുണ്യം അതിൻ്റെ കൂടെ ചൊരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തെ പറ്റി പറയുമ്പോൾ ജംഇൻ്റെയും കസറിൻ്റെയും ആനുകൂല്യങ്ങൾ പറയുന്നത് പോലെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ സൂറത്തു ബഖറയിൽ തന്നെ 2 സ്ഥലത്ത് രോഗികളോ യാത്രക്കാരോ ആണെങ്കിൽ നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ പൂർത്തീകരിച്ചാൽ മതി എന്ന ആ കാരുണ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ആമുഖമായി സൂചിപ്പിക്കുന്നു. നാളെ അവൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ്റെ മഹലായ ഫളലും അനുഗ്രഹവും അവൻ നമുക്ക് ചൊരിയുമാറാവട്ടെ. ഒരു മിനിറ്റ്. ഞാൻ ഊതി വെച്ച ആയത്ത് സൂറത്തു സജദയിലെ 2 വചനമാണ്. എല്ലാവർക്കും പരിചയമുള്ള, നിരന്തരമായി കേട്ട് പരിചയമുള്ള 2 ആയ.
ഈ കാര്യങ്ങൾ അല്പസമയം സംസാരിക്കുന്ന മുമ്പ് നേരത്തെ സയ്യിദ് സുലമി സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് ഒരു ചൊവ്വാഴ്ച ദിവസത്തിൽ രാവിലെയോ അല്ലെങ്കിൽ അസറിന് ശേഷമോ ഒരു ടൈം നമുക്ക് സമയം കിട്ടിയാൽ അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് തർത്തീബായിട്ട് ഒരു വിഷയം ചർച്ച ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമ്മുടെ ക്ലാസ് റൂമിൽ സൗകര്യമുണ്ടോ, ക്ലാസ് റൂമിൻ്റെ റൂം സെറ്റപ്പ് എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് അറിയില്ല, അത് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടാണ് എൻ്റെ ക്ലാസ് ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. അല്ലാഹു നമ്മളെ എന്തിനാണ് പടച്ചിട്ടുള്ളത് എന്ന ചോദ്യം ഒന്ന് അടിക്കുവോ? ഉത്തരം ഒന്ന്. ഇബാദത്ത് ചെയ്യാൻ, അവനെ ആരാധിക്കാൻ. ഏറെക്കുറെ ശരിയാണ്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച അവൻ മാത്രം ഇബാദത്ത് ചെയ്യണം. അവൻ നമ്മളെ സൃഷ്ടിച്ച അതേ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രധാന മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഈ ലോകത്തുള്ള സർവ അടിമകളും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കീഴ്വണക്കത്തോടു കൂടി ആരാധനയ്ക്ക് വേണ്ടി സുജൂദ് ചെയ്താലും അവനെ ആരാധിച്ചു കൊണ്ടിരുന്നാലും ഉന്നതനായ റബ്ബിന്റെ ഇസ്സത്ത് ഇനി ഒന്നും ഉയരാൻ ബാക്കിയില്ല. ഏറ്റവും അകലയിലാണ് അവന്റെ ഔന്നത്യമുള്ളത്. ഇനി നമ്മൾ ആരും ഇബാദത്ത് ചെയ്തില്ല എന്ന് വെച്ച് അവന്റെ ഇസ്സത്തിനൊരു കുറവും വരാനില്ല. അത്രമാത്രം ഉന്നതനാണ്, അനുഗ്രഹീതനാണ്, ജല്ല ജലാലാണ് റബ്ബുൽ ഇസ്സത്ത്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് ഖുർആൻ കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിൽ ചൊരിയുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. സൂറത്ത് ഹൂദിലെ 2 സ്ഥലത്ത് അള്ളാഹു ഈ ആശയം സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ലാ മൻ റഹിമ റബ്ബുക വലിദാലിക ഖലഖഹും. നിന്റെ രക്ഷിതാവ് കരുണ ചെയ്തവർ ഒഴികെ, അതിനു വേണ്ടിയാണ് അവരെ അവൻ പടച്ചിട്ടുള്ളത് എന്ന്. അപ്പോൾ അള്ളാഹു അവന്റെ കാരുണ്യത്തെയാണ് ആദ്യം വിശാലമാക്കിയത്. റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ വലബിനെ ക്കാൾ വ്യാപിച്ചതും അതിനെ കൂടി ഉന്നതവുമാണ് എന്നും ഒരുപാട് ഹദീസുകളിലൂടെയും ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ടും നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അള്ളാഹു പരമ കാരുണ്യകനാണ്, കരുണ ചൊരിയുന്നു. കരുണ അവൻ അവന്റെ അടിമകൾക്ക് വേണ്ടി കോരി ചൊരിയുന്നു. തെറ്റ് ചെയ്ത പാപികളായ, ദുഷ്ടരായ, അക്രമികളായ എന്തെന്ത് അനുഗ്രഹങ്ങൾ അള്ളാഹ് നൽകിയിട്ടുണ്ടോ അതൊക്കെയും ദുരുപയോഗം ചെയ്ത ദുഷ്ടരായ ആളുകൾക്ക് പോലും എന്നോട് പൊറുക്കൽ തേടുന്നവരുണ്ടോ ഞാൻ അവന് പുറത്തു കൊടുക്കാം, എന്നോട് ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവന് നൽകാം എന്ന് പറഞ്ഞ റബ്ബ്, ഇത്ര കാരുണ്യവാനായ റബ്ബ്. നമ്മൾ ഓർത്തു നോക്കൂ അള്ളാഹുവിന്റെ കാരുണ്യം. ഉന്നതനായ അള്ളാഹുവിനെ പറ്റി സന്താനങ്ങളുണ്ടെന്ന് ജൽപ്പിക്കുന്ന, അള്ളാഹുവിനെ ഏറ്റവും കുപിതമാക്കുന്ന കാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഈ ദുനിയാവിൽ ചെയ്യുന്നു. നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഫലസ്തീനിൽ കുഞ്ഞുങ്ങളുടെ ഭസ്മമായ ഈ അവസ്ഥ, അതിനെ ഖബറടക്കം ചെയ്യാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥൈര്യവും അവർക്ക് റഹ്മത്തും ചൊരിയുമാറാവട്ടെ. നിങ്ങൾ ഓർത്തു നോക്കൂ, ഉസൈർ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിന്റെ സന്താനമാണെന്ന് ജൽപ്പിക്കുന്ന ആ ദുഷ്ടന്മാർക്കും, ക്രൈസ്തവരാവട്ടെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്താനമാണെന്ന് ജൽപ്പിക്കുന്നു. ഇങ്ങനെ ഇത്തരം ആളുകൾക്ക് പോലും ഈ ദുനിയാവിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന അർഹമുറാഹിമായ തമ്പുരാന്റെ പരമകാരുണ്യം, ആ കാരുണ്യത്തെ അവൻ 100 ഭാഗിച്ച് യൗമുൽ ഖിയാമ വരെയുള്ള സർവ മഖ്ലൂഖിനും നമ്മള് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഒരു അംശത്തെ മാത്രമാണ് ഭാഗിച്ചു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് 9 മണി മുതൽ 10 വരെ ഇൻഷാ അല്ലാഹ് ബില്ലാഹി തൗഫീഖ്.
അപ്പോൾ ആ കാരുണ്യം 99 ഭാഗവും റബ്ബ് അവന്റെ അടുക്കൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി അന്ത്യനാളിന്റെ ദിവസം ഈ ദുനിയാവിലേക്ക് അവൻ നൽകിയിട്ടുള്ള ആ ഒരംശത്തെ തിരിച്ചു പിടിക്കുകയും 100 പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജന്നത്തുൽ ഫിർദൗസിൽ അല്ലെങ്കിൽ അവന്റെ സ്വർഗത്തിൽ അവന്റെ കാരുണ്യത്തിൽ പ്രവേശിക്കുന്ന അടിമകൾക്ക് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അപ്പോൾ അള്ളാഹു അവന്റെ കാരുണ്യം നമ്മിൽ ചൊരിയാൻ വേണ്ടിയാണ് നമ്മളെ പടച്ചത്. ആ കാരുണ്യം എങ്ങനെ ലഭിക്കും, എങ്ങനെ കിട്ടും, അതാണ് വിഷയം. അതിനുള്ള ഏറ്റവും പ്രഥമമായ കാര്യം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. ഈ ഒരു മഹത്തായ കാര്യത്തിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചാൽ അവൻ എന്തെന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ പ്രവർത്തനങ്ങളെല്ലാം തകർന്നു പോകും. അതുപോലെ തന്നെ നമ്മളെ ഈ ദുനിയാവിലേക്ക് റബ്ബ് വിട്ടത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്മകൾ പ്രവർത്തിക്കുന്നവൻ ആരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തൗഹീദിൽ അധിഷ്ഠിതമായി ഏറ്റവും ഉന്നതമായ ഏറ്റവും മഹത്വമായ പുണ്യകർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും ധർമ്മബോധത്തോടെ മാനവിക ചിന്തയോടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തോടും പ്രതീക്ഷയോടും കൂടി അള്ളാഹുവിലേക്ക് അടുത്ത് ഏറ്റവും നാടിനും വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മയായി തീരുക എന്നതാണ് അതിന്റെ കാതൽ എന്ന് മനസ്സിലാകുന്നു. വല്ലാഹു അഅലം. നമ്മുടെ പരിശുദ്ധമായ നോമ്പ്, ആ സമയത്ത് നമ്മൾ ഉറക്കവും നമ്മുടെ വിശ്രമവും ഒക്കെ മാറ്റിവെച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനായി ശ്രമിച്ചു. റബ്ബ് അത് സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ സ്വീകരിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ റമദാൻ നമുക്ക് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ ഫലവത്തായി, എത്രമാത്രം അതിൽ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന ഒരു ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണിത്. എങ്ങനെയാണ് ആ ആത്മപരിശോധന നടത്തുക? പെരുന്നാൾ സുദിനത്തിൽ നാം പരസ്പരം ആശീർവദിച്ചപ്പോൾ, നാം പരസ്പരം ചേർന്ന് നിന്നപ്പോൾ, നമ്മുടെ സഹോദരനു വേണ്ടി ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ, നമ്മുടെ ചുണ്ടുകളിൽ ഉള്ള പുഞ്ചിരി അത് മനസ്സിന്റെ പുഞ്ചിരിയായപ്പോൾ, അങ്ങനെ ആത്മാർത്ഥമായ ആ സ്നേഹം ഇനിയുള്ള സമയങ്ങളിലും നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് അനുവർത്തിക്കുവാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യചിഹ്നം എന്റെയും നിങ്ങളുടെയും തലക്കുമീതെ ഉയർന്നു നിൽക്കുന്നു. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ആരോടും കുശുമ്പും വൈരാഗ്യവും വെറുപ്പുമില്ലാത്ത നിർമ്മലമായ ഖൽബുൻ സലീമുമായി ഇനിയുള്ള കാലങ്ങളിൽ തന്റെ മനസ്സിനെ ക്രമീകരിക്കാൻ സാധിച്ചവൻ ആരോ അവന് ആ നോമ്പ് പ്രയോജനപ്പെട്ടു. ഇനിയുള്ള സമയങ്ങളിൽ അന്ന് നാം ശീലിച്ചിരുന്ന പല നല്ല കർമ്മങ്ങളും പതിവാക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയും പതിവായി ചെയ്യാൻ കഴിയുന്ന കാര്യം ജീവിതത്തിൽ ശീലമാക്കുകയും ചെയ്യുന്ന ഒരു രീതി. രാത്രി നമസ്കാരം. ആ രാത്രി നമസ്കാരം ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തറാവീഹ് അതല്ലെങ്കിൽ തഹജ്ജുദ്, അത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ? 11 റക്അത്ത് സാധിക്കാത്തവന് സ്ഥിരമായി കൊണ്ടുവരാൻ കഴിയുന്നത് എത്രയാണോ, അത് 3, 5, 7 എത്രയാണോ കഴിയുക, ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യം അല്പം ക്ഷയിക്കുമ്പോഴും വാർദ്ധക്യം വരുമ്പോഴുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ നോക്കിയിട്ട് ഒന്ന് ശീലമാക്കുന്നത് ഏറെ ഗുണകരമാണ്. എങ്കിൽ അത് അവന് പ്രയോജനപ്പെട്ടു. നാം ശീലിച്ച ദുഷിച്ച ശീലങ്ങൾ, ആ ദുഷിച്ച ശീലങ്ങളിൽ നമ്മുടെ ഈ പുകവലിക്കൽ, അതേപോലെ തന്നെ സംസാരങ്ങളെല്ലാം മിതത്വം പാലിക്കൽ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. ആ കാര്യങ്ങൾ ഇനിയും തുടർന്നു പോകാൻ നമുക്ക് സാധിക്കുമോ എന്നൊരാലോചന. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സാധിച്ചാൽ അള്ളാഹു നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമ്മുടെ കണ്ണുകൊണ്ട് കാണാനോ നമ്മുടെ കാതുകൊണ്ട് കേൾക്കാനോ കഴിയാത്ത അത്രമാത്രം അനുഗ്രഹീതങ്ങൾ, കാരുണ്യങ്ങൾ, കൺകുളിർമകൾ നമുക്ക് വേണ്ടി അള്ളാഹു രഹസ്യമാക്കി വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ ഓതി വെച്ച ആയത്തിലുള്ള സൂചന. എന്ന് വെച്ചാൽ അല്പസമയം സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിലെ
16, 17 വചനങ്ങൾ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, അവരുടെ പാർശ്വങ്ങൾ കിടപ്പറകളിൽ നിന്നും അകന്നു പോകുന്നതാണ്. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, പ്രതീക്ഷയോടും ആശങ്കയോടും പേടിയോടും കൂടി അവർ അവരുടെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുകയും ചെയ്യുന്നതാണ്. എല്ലാവരും സുഖകരമായി അന്തിക്ക് കിടന്നുറങ്ങുമ്പോൾ, എല്ലാവരും അവരുടെ ആശ്വാസത്തിൽ അവർ ആശ്വാസം കൊള്ളുമ്പോൾ, നിദ്രയിലാണ്ട് കിടക്കുമ്പോൾ വിശ്വാസിയത അവൻ ആലോചിക്കുന്നു, നാളെ ഈ സമയത്ത് ഞാൻ എവിടെയായിരിക്കും കിടക്കുക, ഈ സമയത്ത് ഞാൻ നാളെ ഞാൻ എവിടെയായിരിക്കും കിടക്കുക. എന്റെ കൂടെയുള്ള ഇണയില്ലാത്ത, എന്റെ മക്കളില്ലാത്ത, എന്റെ കുടുംബങ്ങളുടെ ആശ്വാസം ലഭിക്കാത്ത ആ ഖബറിന്റെ ഉള്ളിൽ എന്റെ ശരീരം വെക്കേണ്ടതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ, കിടപ്പറകളിൽ നിന്നും അവിടെ പാർശ്വങ്ങൾ അകന്നു പോകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷത്തോടെ ആശ്വാസത്തോടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ രക്ഷിതാവിനോട് മനം കുതിർന്നുകൊണ്ട് അവന്റെ മുമ്പിൽ വിനയത്തോടെ, വിതുമ്പലോടെ, രോദനത്തോടെ റബ്ബിന്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കുകയാണ്. വല്ലാത്തൊരു നേട്ടമാണ്. അള്ളാഹുവിന് ഇതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊരു കാര്യവുമില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഉറക്കമൊഴിവാക്കിക്കൊണ്ട് റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരോട് എഴുന്നേൽക്കാൻ പറയും, മാറി നിൽക്കാൻ പറയും. അവർ മാറി നിന്നാൽ അള്ളാഹു അവരോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയും. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിർഭയത്വത്തോടുകൂടി, സുരക്ഷിതത്വത്തോടുകൂടി നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആണ് വിചാരണയും മറ്റു കാര്യങ്ങളും അള്ളാഹു നടത്തുക എന്ന് അല്ലാഹു അഅലം. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ അനുഗ്രഹമാണ്, വലിയ മഹത്തായ ഒരു കർമ്മമാണ്. അപ്പൊ അന്തിക്ക് നമ്മൾ സുഖമായിട്ട് പുതച്ചു മൂടി കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലുള്ള നൃത്തത്തെ നമ്മൾ ഭയപ്പെടുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വിടപ്പറയിലാണ്, നമ്മുടെ വിരിപ്പിലാണ്, നമ്മുടെ കുടുംബത്തിന്റെ കൂടെയാണ്, നമ്മുടെ വീട്ടിൽ സുരക്ഷിതമാണ്, നമുക്ക് കൊതുക് കടിയില്ലാതെ, നമുക്ക് പ്രശ്നങ്ങളില്ലാതെ ആശ്വാസത്തോടെ കിടക്കാനുള്ള സൗകര്യത്തിലാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരമാകുമ്പോൾ പോകേണ്ട സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് അവന്റെ കിടപ്പറയിൽ അവന്റെ പാർശ്വമുണ്ടാവില്ല, അത് ഉയർന്നു പോകും. എന്നിട്ട് അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നോ, ഖൗഫൻ വതമഅ, റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവന്റെ കാരുണ്യത്തിലും പ്രതിഫലത്തിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും ആശ വെച്ചുകൊണ്ടും അവർ അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നവരാണ്. അല്ലാഹ് നൽകിയതാണ് സർവ്വ അനുഗ്രഹങ്ങളും. സമ്പത്താവട്ടെ, അതുപോലുള്ള മറ്റു അനുഗ്രഹങ്ങളാവട്ടെ, എല്ലാം റബ്ബ് തആല നമുക്ക് നൽകിയതാണ്. ആ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ അവന്റെ അടിയാറുകൾക്ക് പങ്കുവെക്കണമെന്നത് അവന്റെ കൽപ്പനയാണ്. ആ കൽപ്പന പാലിച്ചുകൊണ്ട് അല്ലാഹ് നൽകിയതിൽ നിന്നവർ മറ്റുള്ളവർക്ക് ചെലവഴിക്കുന്നു. ആ സന്ദർഭത്തിൽ അവർ തങ്ങളെക്കാൾ സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? നമ്മുടെ ഉമ്മ ആ ഒരു കാരക്കയതാ അവർക്ക് എടുത്തു കൊടുത്തു. ദിവസങ്ങളായി കാരക്കയുടെ രുചി അറിയാൻ, ആശ്വസിക്കാൻ വേണ്ടി അനുഭൂതി കൊണ്ട് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ ഉമ്മാക്ക് കൊടുത്തു. ആ കാരക്ക ഒരു ചീന്താക്കിയിട്ട് അതിന് ആ ഒരു ചീന്തിനെ 2 ഭാഗമാക്കി 2 കുട്ടികൾക്കും കൊടുത്തു. മറ്റതിൽ നിന്നൊരു ചീളെടുത്ത് തന്റെ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞ് വീണ്ടും കരഞ്ഞു. വീണ്ടും ആ കഷ്ണത്തെ 2 ഭാഗമായി തിരിച്ചിട്ട് അവർ ആ കുട്ടിക്ക് കൊടുത്തു, ആ 2 പെൺകുട്ടികൾക്ക് കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലേ, ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും 2 പെൺകുട്ടികളെ അല്ലാഹു നൽകി, ആ പെൺകുട്ടികൾ അവരെ നീതിയോടെ അവരുടെ ഹക്കോടുകൂടി
അവർക്കിടയിൽ വ്യത്യാസം കൽപ്പിക്കാതെ ന്യായമക്ക് നരകത്തിൽ നിന്നുമുള്ള ഒരു മറയായിത്തീരും, ഒരു തടസ്സമായി തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ആ സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈത്തപ്പഴത്തിന് കൊതിച്ചതും, അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തന്റെ പടച്ചട്ട വിറ്റുകൊണ്ട് വാങ്ങി പോന്നപ്പോൾ മറ്റൊരു യാചകന് കൊടുത്തതുമൊക്കെ ഇഷ്ടം പോകണം ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഈ മലമ്പാത താണ്ടിക്കിടക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞെന്താ, പട്ടിണിയുള്ളപ്പോ, നല്ല അത്യാവശ്യമുള്ളപ്പോ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ പല സ്ഥലങ്ങളിലും ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. വിശപ്പുള്ളപ്പോ, വിഷമം അനുഭവിക്കുമ്പോൾ, നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ മറ്റുള്ളവർക്ക്. അപ്പൊ ഇത് വിശ്വാസികളുടെ സ്വഭാവമാണ്. എന്നിട്ടാണ് റബ്ബ് പറയുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅ്മലൂൻ. ഇങ്ങനെ പാർശ്വഭാഗങ്ങളെല്ലാം അകന്ന് എല്ലാവരും സുഖനിദ്രയിലാകുമ്പോൾ ആശയോടും ഭയത്തോടും കൂടി ദുആ ചെയ്യുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾ, അത്തരം സാബിഖീങ്ങളായിട്ടുള്ള ആളുകൾ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ, ഒരു നഫ്സും തന്നെ അറിയുന്നില്ല, മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ, അവിടെ കൺകുളിർപ്പിക്കുന്നത് എന്തൊക്കെയാണ് നാം അവർക്ക് വേണ്ടി ഒളിപ്പിച്ചു വെക്കപ്പെട്ടത്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ഒളിച്ചു വെക്കപ്പെട്ടത്, രഹസ്യമാക്കപ്പെട്ടത് എന്ന് ഒരു നഫ്സിനും തന്നെ അറിയുകയില്ല. ജസാഅം ബിമാ കാനൂ യഅ്മലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ മുമ്പിൽ എനിക്ക് പോയി നിൽക്കണമല്ലോ, എന്റെ സർവ്വ ചലനങ്ങളെയും അവന്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയണമല്ലോ എന്ന ചിന്തയോടെ അവരതാ റബ്ബിന് വേണ്ടി, അവന് വേണ്ടി അവന്റെ മനസ്സും അവന്റെ ശരീരവും അവന്റെ സമ്പത്തും സമർപ്പിച്ചു. അതാണ് മേൽവചനം പറഞ്ഞത്. ഒന്ന് അവന്റെ മനസ്സ് സമർപ്പിച്ചു, മറ്റൊന്നവന്റെ ശരീരം സമർപ്പിച്ചു, മറ്റൊന്നവന്റെ സമ്പത്തും സമർപ്പിച്ചു. അത്തരം ആളുകൾക്ക് വേണ്ടി അള്ളാഹു അവിടെ കണ്ണുകൾ കുളിർപ്പിക്കുന്ന, അവിടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒരു നഫ്സിനും തന്നെ സാധ്യമല്ല. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ള അള്ളാഹു പറഞ്ഞതായി പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബി പറഞ്ഞു, അഅത്തു ലിഇബാദിയസ് സ്വാലിഹീൻ മാ ലാ ഗൈനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. അഅത്തു ലിഇബാദിയസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായിട്ടുള്ള എന്റെ അടിയാറുകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, അവന്റെ കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്ത, അവന്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത അത്രമാത്രം കുളിർമകൾ, അത്രമാത്രം ആനന്ദങ്ങൾ അവന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞുവെന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വല്ലാത്ത അള്ളാഹുവിന്റെ കാരുണ്യമാണത്. സ്വർഗത്തിലേക്ക് പോവുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്, നമ്മുടെ അവകാശമല്ല, നമ്മുടെ അവകാശമല്ല. അവന്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമ്മിൽ ചൊരിഞ്ഞെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ അങ്ങു? നബി പറഞ്ഞു, ഞാനും. അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാത്രമല്ലാതെ എനിക്കും അതിന് സാധ്യമല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വർഗത്തിന് വേണ്ടി ഖുർആൻ പ്രയോഗിച്ച പദങ്ങൾ, ഹദീസുകളിൽ പ്രയോഗിച്ച പദങ്ങളൊക്കെ അതിന്റെ അനുഭൂതികളുടെ ഒരു ചെറിയ ചിന്ത നമ്മൾക്ക് ഇട്ടു തരുന്നുണ്ട്. ദാറുസ്സലാം, അൽ ഫിർദൗസ്, ജന്നത്ത്, മഖാമുൽ അമീൻ,
ദാറുൽ ഖുൽദ്, ജന്നത്തുൽ മഅ്വ, ജന്നത്തു അദിൻ, അങ്ങനെയുള്ള പേരുകളൊക്കെ അതിൻ്റെ അനുഭൂതികൾ നമുക്ക് എന്തുമാത്രം ഉണ്ടാകും എന്നറിയാം. ഇനി സ്വർഗം എന്താണ്? സ്വർഗം എന്താണ്? അല്ലാഹു അക്ബർ. ഖുർആൻ പറയുന്നത് ആകാശഭൂമികളാകെയും വിശാലമാണ് സ്വർഗം. ആകാശഭൂമികളാകെയും വിശാലമാണ് സ്വർഗം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവേ, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരുവീൻ, നിങ്ങൾ ധൃതിപ്പെട്ടു വരുവീൻ. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. തഖ്വ ജീവിതമനുഷ്ഠിച്ചവർക്ക്, സൂക്ഷ്മതയോടെ ജീവിച്ചവർക്ക് അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആകാശവും ഭൂമിയും വിശാലമാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിന് മുജാഹിദുകൾക്ക് വേണ്ടി, ജിഹാദ് ചെയ്യുന്നവർക്ക് വേണ്ടി 100 പദവികളുണ്ട്. മറ്റൊരു ഹദീസിൽ സ്വർഗത്തിൽ 100 പദവികളുണ്ട് എന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നബി പറയുന്നു, അതിൽ ഒരു തട്ടിലുള്ളവർ തൊട്ടടുത്ത തട്ടിലുള്ളവരെ നാം ഭൂമിയിൽ നിന്ന് ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിക്കാണുന്നത് പോലെ നോക്കിക്കാണാൻ കഴിയുമാറ് വിശാലമായ ലോകമാണത്. അപ്പോൾ ഒരു സ്വർഗം തന്നെ, ഒരു പദവി തന്നെ ഈ ഒന്നാം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരമുണ്ടെങ്കിൽ, അല്ലാഹു അക്ബർ, പിന്നീടുള്ള സ്വർഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വല്ലാഹു ആലം. അവന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതൊന്നും നമ്മുടെ അവകാശമല്ല. നമ്മുടെ റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യവും ഔദാര്യവും ഇല്ലെങ്കിൽ അത് നേടാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നിരന്തരമായി അവനോട് അത് തേടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ഇനി അവിടെയുള്ള പദവികൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളാണ്. ഓരോ മനുഷ്യനും അവരുടേതായ ഇബാദത്തുകളും അവന്റെ അഖീദയും പരിഗണിച്ച്, അവന്റെ മൻഹജുകൾ പരിഗണിച്ചുകൊണ്ടാണ് അല്ലാഹു നൽകുക. ഖുർആൻ തന്നെ അത് പല സന്ദർഭങ്ങളിലും വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു തോഹയിൽ അല്ലാഹു പറഞ്ഞില്ല, വമയ്യതിഹി മുഅ്മിനൻ ഖദ് അമിലസ്സാലിഹാതി ഫഉലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ. ആര് അല്ലാഹുവിലേക്ക് ചെല്ലുന്നു, എങ്ങനെ? മുഅ്മിനൻ ഖദ് അമിലസ്സാലിഹാതി, സൽപ്രവർത്തനങ്ങൾ ചെയ്ത മുഅ്മിനീങ്ങളായിട്ട് ആര് അല്ലാഹുവിങ്കിൽ ചെല്ലുന്നുവോ അവർക്കുള്ളതാണ് ഉന്നതമായ ദറജാത്തുകൾ, പദവികൾ. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ തോപ്പുകളാണ് അവിടെയുള്ളത്. ഖാലിദീന ഫീഹാ, അവർ അതിൽ എന്നെന്നും വസിക്കുന്നവരാണ്, ശാശ്വതരാണ്. ദാലിക ജസാഉ മൻ തസക്കാ, ദാലിക ജസാഉ മൻ തസക്കാ. മനസ്സിനെ സംസ്കരിച്ചവനാരോ, പരിശുദ്ധി നേടിയവനാരോ, അവനുള്ള ജസാഉ മൻ തസക്ക, അവനുള്ള സമ്മാനം, അവനുള്ള പ്രതിഫലമാണത്. അപ്പോൾ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ച വിശുദ്ധമായ റമദാനിലൂടെ നാം നേടിയ ഈ സംസ്കരണം കാത്തു സൂക്ഷിച്ചാൽ ഈ ഉന്നതമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് നമുക്ക് സാധിച്ചു എന്ന് വരാം. അള്ളാഹു ആലം. റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയ്യ, അവർക്ക് വേണ്ടി ഒരു മണിമാളികൾക്ക് മീതെ മറ്റൊരു മണിമാളിക എന്നോണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഉറഫും മിൻ ഫൗഖിഹാ ഉറഫ്, ഇത് കേൾക്കുന്ന ആളുകൾക്ക് അതറിയാലോ. ഒരു മണിമാളികക്ക് മീതെ മറ്റു മണിമാളിക എന്നോണം അതിന്റെ തട്ടുതട്ടുകളായിട്ടുള്ള മണിമാളികകളുള്ള സ്വർഗം അവന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്തുകൂടി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്, വഅദല്ലാഹ്, അല്ലാഹുവിന്റെ കരാർ, ആ കരാർ അല്ലാഹു ലംഘിക്കുകയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വല്ലാത്ത
ഒരു പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ റഹ്മത്തിലുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷയോടെ അർഹമുറാഹിമായ റബ്ബിൻ്റെ ആ കാരുണ്യത്തിലേക്ക് അവൻ്റെ ഓശാരമായി ലഭിക്കുന്ന ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ സ്വർഗങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്വർഗം, ഏറ്റവും ഉന്നതമായ സ്വർഗം, സ്ഥാനം വസീലയാണ്. വസീല അത് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? തീർച്ചയായും സ്വർഗത്തിൽ വസീല എന്ന ഒരു സംഗതിയുണ്ട്, അത് എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതിനായി നിങ്ങൾ ദുആ ചെയ്യുക. നമ്മൾ ബാങ്ക് വിളിച്ചാൽ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി എന്നിട്ട് നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ തുടങ്ങുന്ന ആ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ആത്തി മുഹമ്മദൻ അൽ വസീല വൽ ഫളീല, ആത്തി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത. 3 കാര്യമാണ് റബ്ബിനോട് നമ്മൾ പറയുന്നത്. എന്താ? അദ്ദേഹത്തിന് വസീല കൊടുക്കണേ, അദ്ദേഹത്തിന് ശ്രേഷ്ഠത നൽകണേ, അദ്ദേഹത്തിന് ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്ഥാനത്ത് അദ്ദേഹത്തെ അവരോധിക്കണേ എന്ന കാര്യം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞെന്താ? നബി പറഞ്ഞു, അത് അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവന് ഹല്ലത്ത് ലഹു ഷഫാഅ, എൻ്റെ ഷഫാഅത്ത് അവന് ലഭിക്കും എന്ന്. ഫമൻ സഅല ലിയ അൽ വസീല ഹല്ലത്ത് ലഹു അഷ്ഫാഅ, എനിക്ക് വേണ്ടി ഇത് ചോദിച്ചാൽ എൻ്റെ ശുപാർശ അവന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉന്നതമായ സ്വർഗ പദവികളിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് അതവൻ പൊതുവാക്കി വെച്ചതിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം ജന്നത്തുൽ ഫിർദൗസ് ആണ്. നബി പറഞ്ഞു, അൽ ജന്നത്തു മിഅതു ദറജ മാ ബൈന കുല്ലി ദറജതൈനി കമാ ബൈന അസ്സമാഇ വൽ അർദ് അഗ്ലാഹാ അൽ ഫിർദൗസ്. സ്വർഗം അതിന് 100 പദവികളുണ്ട്. ഓരോ പദവിക്കിടയിലുമുള്ള വ്യത്യാസം കമാ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെയാണ്. അഗ്ലാഹാ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അഗ്ലാഹ, അതിലേറ്റവും ഉന്നതമായത് അൽ ഫിർദൗസു, ഫിർദൗസാണ്. അതിന്റെ പ്രത്യേകത എന്താ? വമിൻഹാ തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗനദികൾ ഒഴുകുന്നത്. അൻഹാറുൽ ജന്നത്തിൽ അർബഅ, 4 നദി. അൽഹംദുലില്ലാഹ്. പിന്നെ എന്താണ് സ്വർഗത്തിലുള്ള 4 നദികൾ? ആ 4 നദികളുടെയും ഉത്ഭവം ഈ ജന്നത്തുൽ ഫിർദൗസിൽ നിന്നാണ്. ഫഇദാ സഅൽതുമുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത് ഫസ്അലൂ അൽ ഫിർദൗസ, ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കുക. ഫഇന്നഹാ ഔസത്തുൽ ജന്ന, തീർച്ചയായും അത് ഔസത്തുൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യമാണ്. വഅഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉച്ചിയുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സ്വർഗത്തിന്റെ പകുതിയോളം വിശാലവും അതിന്റെ ഔന്നത്യത്തിൽ നിന്ന്, ഉയർച്ചയിൽ നിന്ന് പകുതിയോളവും വിശാലതയും ജന്നത്തുൽ ഫിർദൗസിന് മാത്രമുള്ളതാണ്. വഫൗഖഹാ അർശുർ റഹ്മാനി തബാറക വതആല, ഉന്നതനും അനുഗ്രഹീതനുമായ റബ്ബിന്റെ അർശ് അതിന്റെ മീതെയാണ്. അപ്പൊ ആ ജന്നത്തുൽ ഫിർദൗസ് തന്നെ റബ്ബിനോട് നമ്മൾ ചോദിക്കുക. ആ ജന്നത്തുൽ ഫിർദൗസ് ആണ് അതിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനി ആ സ്വർഗത്തിലുള്ള അനുഭൂതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വർഗവുമായി ബന്ധപ്പെട്ട നദികളാവട്ടെ, അവിടെയുള്ള അനുഭവങ്ങളാവട്ടെ, ഇത് കേവലം പേര് കൊണ്ട് മാത്രമേ ശരിയാവുകയുള്ളൂ. ദുനിയാവിലെ പേര് കൊണ്ട് മാത്രം ഒരു ബന്ധവും ഒരു നിലക്കും താരതമ്യം ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ താരതമ്യത്തിൽ അല്ലെങ്കിൽ ആ പേര് കൊണ്ട് മനസ്സിലാക്കാം എന്നതിനപ്പുറത്തേക്ക് വരാനിരിക്കുന്ന കാര്യത്തിലുള്ള ആ അനുഭൂതിയെ റബ്ബിനോട് ചോദിക്കുക. അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മൾ പല ആളുകളും ചർച്ച ചെയ്യുമ്പോൾ നിരന്തരമായി ആവർത്തിക്കാറുണ്ട്, നരകത്തിലെ
ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളുടെ സ്ഥിതി അല്ലേ? ഒന്ന് അടിക്കുക. എന്താണ് ആ ശിക്ഷ എന്നല്ല എല്ലാവർക്കും അറിയാം. ഒന്ന് ഒന്ന് അടിക്കുകയോ കേൾക്കുന്ന ആളുകൾ? നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏത് കുട്ടികൾക്കും അറിയുന്ന ആരും അടിക്കുന്നില്ലല്ലോ. സൂചന കൊടുത്താൽ മതി, എൻ്റെ ആശയം കിട്ടിയാൽ മതി, മുഴുവൻ അടിക്കണ്ട. ഓക്കെ, അൽഹംദുലില്ലാ, സേഫ്. അതന്നെ, തീവാറ് കൊണ്ടുള്ള ചെരുപ്പ് അണിയിച്ചിട്ട് അവന്റെ മൂർധാവ്. എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും ചെറിയ സ്വർഗം ലഭിക്കുന്നവൻ, ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നവന് എന്തായിരിക്കും? ഒന്ന് അടിക്കുക. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാ. സിസ്കാലിക്കറ്റ്. സ്വർഗത്തിന്റെ ഒന്ന് എഴുതി അടിക്കുവോ? അത് പല ആൾക്കാരും അടിക്കൂല, അതാണ് ചോദിക്കുന്നത്, അറിയാൻ വേണ്ടി. ഏറ്റവും അവസാനം സ്വർഗപ്രവേശം നേടുന്നവന്റെ അവസ്ഥ. സ്വർഗം ആരും അടിക്കുന്നില്ല. ഞാൻ പറയണല്ല ടൈം. ആരും അടിക്കുന്നില്ല. അതെ, ഒരു എന്താണ് ഏറ്റവും വലുത്? അനുഗ്രഹം മുനിയർ. എന്താണ് ഏറ്റവും വലുത്? അനുഗ്രഹം. അതെ അതെ അതെ, ഞാൻ അടിച്ചു കാണുന്നില്ല പറയാം. അതായത് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ ബാബു സിഫത്തുൽ ജന്നയിൽ ഒരു 4-5 ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ പറയാൻ ടൈമില്ല. 2-3 കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ഒരു ചോദ്യം, റബ്ബി അഖ്ബിർനി ബി അദ്നാ അഹ്ലൽ ജന്നത്തി മൻസിലാണ്. പടച്ചോനെ, സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയുള്ള ആള്, അദ്ദേഹത്തെ പറ്റി എനിക്ക് അറിയിച്ചു തന്നാലോ? അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവന് സ്വർഗത്തിൽ നിന്ന് ഏറ്റവും അവസാനമായി പുറത്തെടുക്കപ്പെടുന്ന ആളായിരിക്കും. അങ്ങനെ അവനോട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറയും. അപ്പോ അവൻ എന്നോട് ചോദിക്കും, പടച്ചോനെ, ഞാൻ എവിടെ പ്രവേശിക്കാനാ? ആളുകളൊക്കെയും അവിടെ സ്ഥാനങ്ങളൊക്കെ കൈക്കലാക്കി കഴിഞ്ഞല്ലോ, എനിക്കവിടെ സ്ഥലമൊന്നും ബാക്കിയില്ലല്ലോ എന്ന് റബ്ബിനോട് ചോദിക്കും. അപ്പൊ റബ്ബ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അമാ തർലാ അൻ യകൂന ലക മിസ്ലമാ കാന ലി മലികിൻ മിൻ മുലൂകി ദുനിയ. ദുനിയാവിലെ ഒരു രാജാവിനുള്ള അത്ര നിനക്ക് ഞാൻ ഭൂമിയിൽ നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ? ഫയഖൂലു നഅം, അതെ, തീർച്ചയായും ഞാൻ ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും അള്ളാഹുവിന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. എന്താണ്? അഫതർലാ അൻ യകൂന ലക മിസ്ലു മാ കാന ലിമലികൈനി മിൻ മുലൂകി ദുനിയ. 2 രാജാക്കന്മാർക്കുള്ളത് തന്നാലോ? അപ്പോഴും നഅം. അങ്ങനെ 3, 4, 5. 5ാമത്തെ തവണയും അദ്ദേഹം പറഞ്ഞു, എന്താണ്? 5ാമത്തെ തവണയും റബ്ബ് 3 രാജാക്കന്മാർക്കുള്ള, 4 രാജാക്കന്മാർക്കുള്ള, 5 രാജാക്കന്മാർക്കുള്ള എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? മതി റബ്ബേ, റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു, റബ്ബി റളീതു എന്ന് അദ്ദേഹം പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, 5 വട്ടം പറയുമ്പോഴാണ് റളീതു എന്ന് പറയുന്ന വാക്യം പറയുമ്പോൾ അല്ലാഹ് പറയാണ്, ലക മിസ്ലുഹു വ മിസ്ലുഹു. ആദ്യം ഒരു മിസ്ലുഹു, പിന്നെയും വ മിസ്ലുഹു, എന്നിട്ട് വ അശറത അദ്ആഫിഹി. അപ്പൊ എത്രയായി? 5, പിന്നെ അത്ര, പിന്നെ 10,
പിന്നെ അത്ര 15, ഇല്ലേ? പിന്നെ അതിന്റെ 10 ഇരട്ടി. അല്ലാഹു അക്ബർ. അന്ത അർഹമുർ റഹീമീൻ യാ ദൽ ജലാലി വൽ ഇക്റാം. വലക ഫീഹാ മസ്തഹത് നഫ്സുക വലദ്ദത് ഐനുക. അല്ലാഹു അക്ബർ. പ്രിയപ്പെട്ടവരെ, റബ്ബിന്റെ കാരുണ്യം. താഴ്ന്നു പോകും നമ്മുടെ തല റബ്ബിന്റെ മുമ്പിൽ, സുജൂദിലേക്ക് വീണു പോകും നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യം. അതാണ് ഏറ്റവും ചെറിയ ആൾക്ക് കൊടുക്കുന്നതായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു അറിയിച്ചത്. ഇതേ സംഗതി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം. ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് അയാളാക്കും. അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വേണ്ടതൊക്കെ അവിടെയുണ്ട്. പിന്നെ വീണ്ടും എന്തു ചെയ്യുന്നു? അദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ, എനിക്ക് റബ്ബെ തൊട്ടടുത്തൊരു വൃക്ഷം കാണുമ്പോൾ, അനുഭൂതി കാണുമ്പോൾ എന്നെ അതിലേക്ക് മാറ്റിത്തരണമെന്ന് പറയും. അപ്പൊ റബ്ബ് അവനോട് പറയും, ആദമിന്റെ പുത്ര, നിന്നെ ഞാൻ അവിടേക്ക് മാറ്റിയാൽ ഇനി വീണ്ടും നീ അവിടെ നിന്ന് മറ്റൊരു സ്ഥലം എന്നോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇല്ല ഇല്ല റബ്ബെ, ഞാൻ ഇതിന്റെ അവസാനത്തെ ചോദ്യമാണ്, ഞാൻ വേറൊന്നും ആവശ്യപ്പെടൂല, എന്നെ അവിടേക്ക് ആക്കി തന്നാൽ മതി. അള്ളാഹു അവൻ അവിടേക്കാക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വേറൊരു വൃക്ഷം കാണും. അപ്പം അങ്ങനെ 3 വൃക്ഷവും താണ്ടി കിടക്കും. അപ്പോഴൊക്കെ റബ്ബ് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വേറൊന്നും ചോദിക്കൂല എന്ന് പറഞ്ഞിട്ടല്ലേ റബ്ബെ, ഇനി ഒന്നും ചോദിക്കൂല. അപ്പം ചോദിക്കൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുമ്പോൾ പിന്നെയും ചോദിക്കൂല എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുന്നു. പിന്നെ ഇതിങ്ങനെ ആവർത്തിക്കുമ്പോഴും അള്ളാഹ് അവന്റെ കാരുണ്യം കൊണ്ട് അവൻ ചോദിച്ചതൊക്കെ കൊടുക്കുക. അവസാനം സ്വർഗത്തിൽ അവന്റെ ഒരു കാല് കുത്താനുള്ള സ്ഥലം തരുമോ എന്ന് ചോദിക്കുന്ന രംഗം. സമയം കുറവ് കാരണം ഞാൻ അതിലേക്ക് ദീർഘിച്ചു പോകുന്നില്ല. അവസാനം അദ്ദേഹത്തോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഞാൻ ഭൂമി ഭരിക്കുന്ന 3 ആളുകളുടെ, അതേപോലെ 10 ആളുകളുടെ, അങ്ങനെയും വേറെ വിഭാഗത്തിൽ കാണാം, സ്ഥാനം നിനക്ക് നൽകിയാൽ നീ തൃപ്തിപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്ന രംഗം കാണാം. അപ്പം ഇനിയൊന്നും ചോദിക്കൂല എന്ന് പറയുന്ന ദാസൻ വീണ്ടും ചോദിക്കുമ്പോൾ വീണ്ടും 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 കൊടുക്കുന്ന അർഹമുർ-റഹീമായ റബ്ബിന്റെ കാരുണ്യം അതാണ്. അപ്പോൾ അതാണ്. പിന്നെ ഇവിടെ ചോദിച്ചു നേരത്തെ, ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ആളുടെ അവസ്ഥ എന്താ? അത് നമുക്ക് പറയാൻ തന്നെ കഴിയില്ല. എന്നാലും മൂസാ നബി അലൈഹി സ്വലാം അള്ളഹാനോട് അതും ചോദിച്ചു, ഫഅഖ്ബിർനി ബിഅഅ്ലാഹും മൻസില. ഏറ്റവും ഉന്നതമായ സ്ഥാനം, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം, ആ സ്ഥാനമുള്ള ആളുകളുടെ അത് എന്താണ്, അവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസേ, അതിനെക്കുറിച്ച് നിനക്ക് ഞാൻ അറിയിക്കാൻ ഉദ്ദേശിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, വറസ്തു കറാമതഹും ബിയദീ വഖതംതു അലൈഹാ ലം തറൈനും വലം തസ്മഉ ഉദുനുൻ വലം യഖ്തുർ ദാലിക അലാ ഖൽബി ബശർ. അവരോടുള്ള എൻ്റെ ആദരവ് കൊണ്ട്, അവർക്കുള്ള സ്ഥാനം കൊണ്ട്, എൻ്റെ അടുക്കൽ അവിടെ മഹത്വമുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കരം കൊണ്ട് തന്നെ അവിടുത്തെ തോട്ടങ്ങൾ വെച്ചു പിടിപ്പിച്ചു എന്ന് മാത്രവുമല്ല, അത് സീലടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു കണ്ണിനും കണ്ടെത്താൻ കഴിയാത്ത, ഒരു കാതിനും ശ്രവിക്കാൻ കഴിയാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത അത്രമാത്രം ഉന്നതമാണ് അവർക്കുള്ളത് എന്ന് മാത്രമാണ് റബ്ബുൽ ഇസ്സത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞത്. അതെന്താണെന്നതിന്റെ രഹസ്യം എന്ന് ആലിമുൽ അല്ലാമായ റബ്ബിന് മാത്രമേ അറിയൂ. ഒരു ഹദീസിൽ കാണാം, ഏറ്റവും അവസാനത്തെ ആള് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്, ഇന്ന അദ്നാ മഖഅദ അഹദികും മിനൽ ജന്നത്തി അൻ യഖൂല ലഹു തമന്ന, കൊതിക്കാൻ വേണ്ടി പറയാ അല്ലാഹ്, ഫയതമന്ന വയതമന്ന. എന്നിട്ട് അയാള് ചോദിക്കുമ്പം എനിക്ക് അത്രയും ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ചെറിയ ആളെ പ്രതിഫലം തന്നെ ഇതാണെങ്കിൽ പിന്നെ വലിയ ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മഹാനായ ആരിസ